എൻ്റെ പേര് സ്നേഹ ബെന്നി. ഞാൻ തൃശ്ശൂർ മാളയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തേക്കുന്നത്. മമ്മി കഴിഞ്ഞ വർഷം, അതായത് നവംബർ 2022 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 22 BSc നഴ്സിംഗ് പാസ് ഔട്ട് ആയതാണ്. അതിനുശേഷം ഞാൻ OET പഠിക്കാനായിട്ട് പോയി. 2 പ്രാവശ്യം ഞാൻ OET എഴുതിയെങ്കിലും എനിക്ക് 2 പ്രാവശ്യം റീഡിങ്ങിൽ മാത്രം C+ ആയിട്ട് വരും. എപ്പോൾ നോക്കിയാലും ക്ലബിങ് സ്കോർ ആയിട്ട് കിട്ടും. എനിക്ക് ക്ലബ് ചെയ്യാനൊന്നിനും പറ്റില്ല, ഈ റീഡിങ് ഇങ്ങനെ ആയത് കാരണം കൊണ്ട്. അപ്പോൾ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെയും കൊണ്ടുവന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ അന്ന് എനിക്കൊരു കാശിരൂപം തന്നായിരുന്നു. എന്നിട്ട് ഞാൻ മെയ് മാസത്തിലാണ് അടുത്ത OET എക്സാം എടുത്തിട്ടുണ്ടായിരുന്നത്. മമ്മീൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ കാശിരൂപം വെച്ചിട്ട് നീ പരീക്ഷയ്ക്ക് പോ, നന്നായിട്ട് പ്രാർത്ഥിക്കും, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. ഞാൻ OET എക്സാമിന് പോയപ്പോഴും എൻ്റെ എക്സാം എഴുതുന്ന ആ കയ്യിലാണ് ഞാൻ മാതാവിൻ്റെ കാശിരൂപം പിടിച്ചിട്ട് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു റീഡിങ്ങിൽ എൻ്റെ കഴിവുകൊണ്ട് എന്തായാലും ഞാൻ പാസ്സാവില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ മാതാവിനോട് ഒന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഇനി ഈ എക്സാം എന്നെക്കൊണ്ട് നീ എഴുതിക്കരുത്, എൻ്റെ കഴിവുകൊണ്ട് എന്തായാലും എനിക്ക് പാസ്സാവാനായിട്ട് പറ്റില്ല, നീ സഹായിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പാസ്സാവാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മെയ് 30 എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് എല്ലാത്തിലും B ഗ്രേഡോടുകൂടി പാസ്സാവാനായിട്ട് സാധിച്ചു. അതേ തുടർന്ന് പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നെങ്കിലും അത് പ്രോസസ്സിംഗ് ഒന്നും കഴിയാത്തതുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. പിന്നെ തുടർന്ന് CBT എക്സാമിനൊക്കെ വന്നെങ്കിലും അതിന് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞു ഉടമ്പടി എടുത്തവർക്ക് മാത്രമേ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഉടമ്പടി എടുക്കാത്ത കാരണം കൊണ്ട് എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. CBT എക്സാമും ബാക്കി തുടർ പ്രോസസ്സിങ് എല്ലാനും ഒരു കുഴപ്പവും കൂടാതെ നടത്തി തരണമെന്ന് മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. കൂടാതെ എന്നും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയും ചൊല്ലും കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു. അതേ തുടർന്ന് എൻ്റെ CBT എക്സാമും മറ്റെല്ലാ UK പ്രോസസ്സിങ്ങും എല്ലാം ഒരു തടസ്സവും കൂടാതെ മാതാവ് എനിക്ക് നടത്തി തന്നു. പിന്നെ ഇവിടെ ആ CBTയുടെ എക്സാമിൻ്റെ അന്ന് വന്നപ്പോൾ എന്നെ അവിടുത്തെ ഏജൻസിക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 1 ഇയർ എക്സ്പീരിയൻസ് അല്ല, 9 മന്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പ്രോസസ്സിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു 9 മന്തൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് പിടിക്കാൻ ചാൻസ് കുറവാണ്, 1 ഇയറെങ്കിലും അത്യാവശ്യം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം മമ്മി ഇവിടെ അന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. 4ാമത്തെ ദിവസം ഏജൻസിയിൽ നിന്ന് വിളി വന്നു. ഇൻ്റർവ്യൂ ഉണ്ട്, ഓഗസ്റ്റ് 10 ഇൻ്റർവ്യൂ ഉണ്ട്, നീ അതിന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 10 ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 11 എനിക്ക് അവർ സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ ഓഫർ ലെറ്ററും വന്നായിരുന്നു. പിന്നെ ബാക്കി എല്ലാ പ്രോസസ്സിങ് ഒരു കുഴപ്പം കൂടാതെ നടത്തി തന്നു മാതാവ് എനിക്ക്. ഈ വരുന്ന ഒക്ടോബർ 4 അതായത് മറ്റന്നാൾ എനിക്ക് നൈറ്റ് 8 മണിക്കാണ് ഫ്ലൈറ്റിനുള്ള ടിക്കറ്റ് വന്നേക്കുന്നത്. പക്ഷേ എൻ്റെ വിസ ഇതുവരെ വന്നിട്ടില്ല. പ്രയോറിറ്റി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഒക്ടോബർ 5 എനിക്ക് അവിടെ ജോയിൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി വിസ എടുക്കാൻ പറഞ്ഞു. പ്രയോറിറ്റി വിസയും എല്ലാവരും ശരിയാക്കി എല്ലാത്തിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിസ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ മാതാവിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി എൻ്റെ പിറ്റേ ദിവസം, അതായത് നാളെ തന്നെ എനിക്ക് എൻ്റെ വിസ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ അനിയത്തി കഴിഞ്ഞ വർഷം SSLC ആയിരുന്നു. അപ്പോൾ മമ്മി 2ാമത്തെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് SSLCയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടിയിട്ടായിരുന്നു. അവളുടെ റിസൾട്ട് വന്നു. അവൾക്ക് എല്ലാത്തിനും ഫുൾ A+ഓടുകൂടി പാസ്സാവാനായിട്ട് സാധിച്ചു. പിന്നെ 3ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തുള്ള വീട് വിറ്റിട്ട് വേറൊരു വീട് വാങ്ങണമെന്നുള്ളത്. പക്ഷേ കുറേ ബ്രോക്കർമാർ വീട് വന്ന് നോക്കി കണ്ടു പോവും. പക്ഷെ ഒന്ന് തീർപ്പാവണ്ടായിരുന്നില്ല. കുറേ നാളായി ഇതന്നെ നടന്നുകൊണ്ടിരിക്കണം. ബ്രോക്കർ വരും പോവും, ഇതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛനൊരു കാശിരൂപം തന്നായിരുന്നു. എന്നിട്ട് വീടിൻ്റെ ആരും ചവിട്ടാത്തൊരു ഭാഗത്ത് അത് കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് വീട് വിൽപ്പന നടക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വേറൊരു പുതിയ നല്ല വീട് വാങ്ങണം എന്നുള്ള ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അതും കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നില്ലെങ്കിൽ സ്ഥലം ശരിയാവാണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അതും ഇവിടെ നിന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ഇപ്പോൾ അങ്കമാലിയിൽ ഞങ്ങൾക്ക് നല്ലൊരു വീട് ശരിയാവുകയും ഈ വരുന്ന നവംബർ 11 അതിൽ പാല് കാച്ചി കയറുകയാണ് ചെയ്യുന്നത്.
പിന്നെ അതുപോലെ തന്നെ അഞ്ചാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് ചെറുപ്പത്തിൽ തൊട്ട് അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതായത് അവൾക്ക് എപ്പോഴും ജലദോഷം, തുമ്മൽ ഇത് തന്നെയായിരുന്നു. മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾക്ക് അങ്ങനെ എപ്പോഴും അലർജി ആയിരുന്നു. അവൾക്ക് മെഡിസിൻ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. ലൈഫ് ലോങ് അങ്ങനെ മെഡിസിൻ കഴിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൾക്ക് ഏത് കാലാവസ്ഥയിലാണെങ്കിലും അങ്ങനെ പനിയോ ജലദോഷമോ തുമ്മലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോൾ അവൾ മെഡിസിൻ ഒന്നും കഴിക്കുന്നുമില്ല. ഇത്രയേറെ അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി.